ബയസിംഗ് ആണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. 2 ടൈപ്പ് ബയസിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫോർവേഡ് ബയസ് ആൻഡ് റിവേഴ്സ് ബയസ്. ബയസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ല, ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ബയസിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക, നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി നോക്കുക എന്താണ് ഫോർവേഡ് ബയസ്. ഇത്രയേ ഉള്ളൂ ഫോർവേഡ് ബയസ്. നമ്മുടെ പി എൻ ജംഗ്ഷൻ ഉണ്ടല്ലോ, അതിന്റെ പി സൈഡ് കണ്ടോ, ഇതിന്റെ പി സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലിനോടും, നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോടും, അതുപോലെ എൻ സൈഡ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടും കണക്ട് ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ ബി ജംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഇൻ ഫോർവേഡ് ബയസ്. ഫോർവേഡ് ബയസിലാണെന്ന് പറയാം. അപ്പൊ ഇത്രേ ഉള്ളൂ. വെൻ ആൻ എക്സ്റ്റേണൽ വോൾട്ടേജ് വി ഈസ് അപ്ലൈഡ് അക്രോസ് എ സെമി കണ്ടക്ടർ ഡയോഡ്. നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ് ഇവിടെ across semiconductor diode, that P side is connected to the positive terminal of the battery. P side നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും, N സൈഡ് എങ്ങോട്ടേക്ക് നെഗറ്റീവ് ടെർമിനലിലേക്കും കൊടുക്കുന്നു. then it is said to be in forward bias. അങ്ങനെയാണെങ്കിൽ അത് എന്തിലാന്ന് പറയാം, ഫോർവേഡ് ബയസിലാന്ന് പറയാം. ഇനി ഇങ്ങനെ നമ്മൾ ഫോർവേഡ് ബയസിങ് കൊടുത്താൽ എന്തായിരിക്കും പി എൻ ജംഗ്ഷനിൽ നടക്കുകയാണെന്ന് അടുത്ത് പറയാം. അതായത് നമ്മളിങ്ങനെ പി എൻ ജംഗ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, പി എൻ ജംഗ്ഷനിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്, ശരിയല്ലേ? ഇവിടെ ഈ റീജിയൻ കാരണം ഇവിടെ എന്തുണ്ട്, ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്കാണ് ഇതിന്റെ ഇലക്ട്രിക്കിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്ത്, വി ബി എന്നാണ് റെപ്രസെന്റ് ചെയ്ത്, വി ബി. ഓക്കെ. ഇനി നമ്മൾ ഈ വോൾട്ടേജ് കൊടുക്കുന്നത് ആക്ച്വലി ഇവിടെ ഉള്ള ബാരിയർ പൊട്ടൻഷ്യലിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എങ്ങോട്ടേക്കാണോ നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ ആക്ട് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോ ശരിക്കും ഈ ബാരിയർ പൊട്ടൻഷ്യൽ എന്താ ചെയ്യുക, കുറയല്ലേ ചെയ്യുക. അതായത് ഇതിന്റെ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എന്ത് ആഡ് ചെയ്യേണ്ടി വരും, നമ്മൾ കൊടുത്ത അപ്ലൈഡ് വോൾട്ടേജ് ആണ് വി എന്ന് പറയുന്നത്, അത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നോക്കുമ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു, ശരിക്കും ഉണ്ടായിരുന്ന പൊട്ടൻഷ്യലിൽ നിന്ന് ഇത്രയും വോൾട്ടേജ് എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലെ? ബാരിയർ വോൾട്ടേജിൽ നിന്ന് ഇത്രയും വി നമ്മൾ കൊടുത്ത അപ്ലൈഡ് വോൾട്ടേജ് കുറഞ്ഞു. അപ്പൊ ആക്ച്വലി ഇവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ച് ബാരിയർ പൊട്ടൻഷ്യൽ കുറയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് എന്ത് ചെയ്യും, കുറയും. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറയും. അങ്ങനെയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറയാന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടുത്തെ റെസിസ്റ്റൻസ്, അതായത് തടസ്സം കുറഞ്ഞു, ശരിയല്ലേ? ഇവിടെ ആക്ച്വലി ഒരു തടസ്സമാണ് ആയിട്ടാണ് നിന്നിരുന്നത്. അതായത് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാൻ തന്നെ കാരണം അതാണ്. ഡിപ്ലീഷൻ റീജിയൻ ഒരു തടസ്സമായിരുന്നു, ഇങ്ങോട്ടേക്ക് മെജോറിറ്റി കാരിയേഴ്സിനെ ഫ്ലോ ചെയ്യാതിരിക്കാനുള്ള ഒരു തടസ്സമായിരുന്നു. അപ്പൊ നമ്മളിവിടെ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തപ്പോൾ ഇതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞു. ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞപ്പോ ആസ് എ റിസൾട്ട് ഇതിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് എന്ത് ചെയ്തു, കുറഞ്ഞു. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറയാന്ന് പറഞ്ഞാൽ ഇനി ഇവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് കറണ്ട് എന്ത് ചെയ്യും, കൂടും അല്ലെ? അതായത് അവിടുത്തെ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പൊ നോക്കിയേ, ബാരിയർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു, വി ബി മൈനസ് വി എന്നായി. അപ്പൊ ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു, വിഡ്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഒബ്റ്റൈൻഡ് ഇൻ എ റേഞ്ച് ഓഫ് മില്ലി ആംബിയർ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർക്കരുത് മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ കുറവാണെന്ന്. നമ്മൾ റിവേഴ്സ് ബയസ് പഠിക്കുമ്പോൾ അതിലുള്ള കറണ്ടിനെ അപേക്ഷിച്ച് ഈ മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ 1000 ടൈംസോളം വരും. അപ്പൊ കറണ്ട് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ്. ഇതിന്റെ അകത്ത് ഫോർവേഡ് ബയസിൽ ആക്ച്വലി ഉണ്ടായ കറണ്ട് എന്ന് പറയുന്നത്, ഈ മില്ലി ആംബിയർ കറണ്ട് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് ആരുടെ ഫ്ലോ വഴി ഉണ്ടായതാണ്, മെജോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോ മൂലം ഉണ്ടായതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ. PN junction is said to be PN junction is said to be in forward bias when we connect the P side to the positive terminal of the battery and N side to the negative terminal of the battery. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഫോർവേഡ് ബയസിൽ നമ്മൾ എപ്പോഴും എക്സാമിൽ ചോദിക്കാറുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാറുണ്ട്, ഫോർവേഡ് ബയസിലെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറയോ കൂടുമെന്ന്. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറയണം മക്കളെ, ശരിയല്ലേ? കുറഞ്ഞാലല്ലേ ഇവർക്ക് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർവേഡ് ബയസിൽ അത്യാവശ്യം നമുക്ക് കറണ്ട് കിട്ടും, റിവേഴ്സ് ബയസിൽ കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പൊ അത് ഓർത്ത് വെച്ചാലും മതി. ഫോർവേഡ് ബയസിൽ കറണ്ട് അത്യാവശ്യം കിട്ടുമെങ്കിൽ റീജിയന്റെ വിഡ്ത് കുറയണം, കുറഞ്ഞാലല്ലേ ഈ ചാർജ് കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വിഡ്ത് കുറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, കറണ്ട് നമുക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, ഇവിടെ ഉണ്ടായ ഫ്ലോ എന്ന് പറയുന്നത് ഏത് ചാർജ് കാരിയേഴ്സ് ആണ്, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. രണ്ട് സൈഡിലും മെജോറിറ്റി ചാരിയേഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്, കറണ്ട് കിട്ടിയത്. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിഡ്ത് വരച്ച് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? പൊട്ടൻഷ്യൽ V0 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യൽ ബാരിയർ ആണ്. അത് ഇവിടെ നമുക്ക് ഇത്രയാണ് അതിന്റെ വിഡ്ത് എന്ന്. ഇവിടെ VB തന്നെയാണ് കേട്ടോ, V0 VB ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ ഓരോ മൊത്തം ഇത്ര എന്താണ്, മൊത്തം ഇവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിഡ്ത് എന്ന് പറയുന്നത് ഇത്രയാണ്. പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിഡ്ത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ,
ഇനി അടുത്താണ് റിവേഴ്സ് ബയസ്. അപ്പൊ ഇത് മനസ്സിലായെങ്കിൽ അടുത്തത് ഈസി ആയിട്ട് മനസ്സിലാവും. റിവേഴ്സ് ബയസ്, പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയസിലാണെങ്കിൽ നോക്കുക, പി എൻ ജംഗ്ഷൻ ഇപ്പൊ ഈ മറ്റേ കേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർവേഡ് ബയസിന്റെ കേസിൽ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കുറച്ച് വോൾട്ടേജാ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ എടുത്ത ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാന്ന് വിചാരിക്കാം. അപ്പൊ ചെറിയൊരു വോൾട്ടേജ് ആണ്, അപ്ലൈഡ് വോൾട്ടേജ് ചെറുതാണെങ്കിൽ ഇവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യലിന്റെ അളവ് എന്ത് ചെയ്യില്ല, വലിയ കാര്യമായിട്ട് കുറയില്ല. ശരിയല്ലേ, വി ബിന്ന് കുറച്ച് വോൾട്ടേജാ കുറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് എന്ത് ചെയ്യില്ല, കുറയില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ഒരുപാട് എന്ത് ചെയ്യില്ല, കുറയില്ല. അപ്പൊ കറണ്ട് ഫ്ലോയും എന്തായിരിക്കും, കുറച്ചുണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഈ അപ്ലൈഡ് വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ബാരിയർ പൊട്ടൻഷ്യൽ കുറയുന്നതും ഡിപ്ലീഷൻ റീജിയൻ നന്നായിട്ട് കുറയുന്നതും റെസിസ്റ്റൻസ് നന്നായിട്ട് കുറയുന്നതും അതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നതും, കറണ്ട് കിട്ടുന്നതും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതിന്റെ അകത്ത് റിവേഴ്സിലേക്ക്, ഇതിന്റെ അകത്ത് തന്നെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, റിവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് റിവേഴ്സിന്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്, അതായത് പി സൈഡിലേക്ക് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്താൽ ഇവിടെ നമ്മൾ പി സൈഡിലേക്ക് എന്ത് കണക്ട് ചെയ്യണം, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാം. അതുപോലെ എൻ സൈഡിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എടുക്കുന്ന ഈ ബയസിനെയാണ് എന്ത് പറയുന്നത്, റിവേഴ്സ് ബയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നമുക്ക്. വെൻ ആൻ എക്സ്റ്റേണൽ വോൾട്ടേജ് വി ഈസ് അപ്ലൈഡ് അക്രോസ് ദ ഡയോഡ് സച്ച് ദാറ്റ് എൻ സൈഡ് ഈസ് പോസിറ്റീവ് ആൻഡ് പി സൈഡ് ഈസ് നെഗറ്റീവ്. അല്ലെ, എൻ സൈഡിലേക്ക് നമ്മൾ എന്ത് കൊടുത്തു, പോസിറ്റീവും പി സൈഡിലേക്ക് നെഗറ്റീവും കൊടുത്തു. ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ റിവേഴ്സ് ബയസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് റിവേഴ്സ് ബയസ്ഡിലാണെന്ന് പറയാം. ഓക്കെ. ഇനി നോക്കി, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്, പൊട്ടൻഷ്യൽ ബാരിയർ വി ബി ആയിരുന്നു അല്ലെ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യും, കൂടും. ഇപ്പൊ നമുക്ക് ഇവിടെ വി ബി എഴുതണ്ട, വി ബി പ്ലസ് വി എഴുതാം അല്ലെ. പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്തു, കൂടി. കാരണം എന്താണ്, ഇവിടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ, പൊട്ടൻഷ്യൽ ബാരിയറിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മൾ വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിന്റെ കൂടെ അത് എന്താ ചെയ്ത് വരാ, ആഡാ ചെയ്ത് വരാം. ഓപ്പോസിറ്റ് ആണെങ്കിൽ അല്ലേ നെഗറ്റീവ് വരാം, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആഡാ ചെയ്യുക, പോസിറ്റീവ് ആണ്. അപ്പോൾ വി ബി പ്ലസ് വി എന്ന് വരും. അതായത് പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്തു, കൂടി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് എന്ത് ചെയ്യും, കൂടും. ശരിയല്ലേ. അപ്പൊ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, വളരെ കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ചാർജ് കാരിയേഴ്സിന് പിന്നെ ഒഴുകാൻ പറ്റുമോ, ഇല്ല. വിഡ്ത് നന്നായിട്ട് കൂടിയിരിക്കുക, ചാർജ് കാരിയേഴ്സ് ഇതിൽ കൂടെ വിഡ്ത് കൂടി, ബാരിയർ പൊട്ടൻഷ്യൽ കൂടിയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യിക്കണ്ടോ, ഇവിടെ വിഡ്ത് കണ്ടോ, കാണിച്ചു വെച്ചിട്ടുണ്ടോ, ഇത്രയും വിഡ്ത് എന്ത് ചെയ്തു, കൂടും. അപ്പൊ ഇവിടുന്ന് ഇലക്ട്രോൺസിന് മെജോറിറ്റി കാരിയേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, വളരെ കുറവായിരിക്കും. വെരി സ്മോൾ കറണ്ട് ഇൻ ദ റേഞ്ച് ഓഫ് മൈക്രോ ആംബിയർ. ഇപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് ഏതാണ്, മില്ലി ആംബിയർ ആണ്. ഇത് മൈക്രോ ആംബിയർ ആണ്. അതായത് മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ റേഞ്ച് വരും, മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 റേഞ്ച് വരും. അപ്പോൾ ഏകദേശം ഒരു 1000 ടൈംസ് കുറവാണ് എന്തെന്ന് പറയുന്നത്, 1/1000 ആണ്. അത്രയും ടൈംസ് കുറവാണ് ഇതെന്ന് പറയുന്നത്, മൈക്രോ ആംബിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയാ, നെഗ്ലിജിബിൾ, വളരെ കുറച്ച് കറണ്ട് മാത്രമേ റിവേഴ്സ് ബയസിൽ കിട്ടുന്നുള്ളൂ. ഇല്ല എന്ന് പറഞ്ഞാലും വിഷയമില്ല, അത്രയും കുറച്ച് കറണ്ടാണ്, 0.000 സംതിങ്, അത്രയും ചെറിയൊരു വാല്യൂ ആണ് എന്ത് കിട്ടുന്നത്, റിവേഴ്സ് ബയസിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെയാണ് റിവേഴ്സ് ബയസിൽ നമുക്ക് പറയാനുള്ളത്. ഒന്ന്, എന്താണ് റിവേഴ്സ് ബയസ്. രണ്ട്, റിവേഴ്സ് ബയസിൽ എന്താ നടക്കുന്നത്, അതായത് നമ്മൾ ബയസിന് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിഡ്ത് എന്ത് ചെയ്യും, കൂടും. അങ്ങനെയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ, പൊട്ടൻഷ്യൽ ബാരിയർ കൂടും, അങ്ങനെയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കറണ്ട് ഫ്ലോ ഇല്ല അല്ലെ, ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നില്ല, ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ റെസിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഫ്ലോ ചെയ്യില്ല, ഫർദർ മൂവ്മെന്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് നടക്കില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും, കറണ്ട്, ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്തില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് കറണ്ട് ഉണ്ടാവുള്ളൂ. അതും ആര് വഴി ഉണ്ടാവുന്ന കറണ്ട് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് വഴി ഉണ്ടാവുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫോർവേഡ് ബയസിൽ മെജോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോ മൂലം ഉണ്ടായ കറണ്ടാണ്. ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോ ആണ് എന്തുണ്ടാക്കുന്നത്, കറണ്ട് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണോ?